എനിക്ക് എന്നും അച്ഛൻ്റെ വക ഒരു സമ്മാനമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഭാത ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത്തിരി ഭക്ഷണം കുറച്ച് അത് പാത്രത്തിലാക്കി തരും. കടല കൂട്ടിച്ചേർത്ത് കുഴച്ച പുട്ടിൻ്റെ ഒരു കഷ്ണം, അല്ലെങ്കിൽ ചട്ടിനി കൂട്ടി കുഴച്ച ദോശയുടെ ഒരു പീസ് ഉണ്ടാവും. അതിന് അച്ഛൻ്റെ ഒരു ഗന്ധം ഉണ്ടായിരുന്നു അതിനകത്ത്. എന്നും അച്ഛൻ മരിക്കുന്നവരെ എന്നെ കുട്ടിയെന്നാണ് വിളിച്ചിട്ടുള്ളത്. എന്നും അടുക്കളയ്ക്ക് നോക്കി ഭക്ഷണം അച്ഛൻ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിളിക്കും. പാടത്തേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടിയേന്ന് വിളിക്കും. ഞാൻ നേരെ ഉമ്മറത്തേക്ക് ഓടി ചെല്ലും. അച്ഛൻ്റെ പാത്രത്തിനകത്ത് ഇത്തിരി ഭക്ഷണം ഉണ്ടാവും. അത് ആണ് എനിക്ക് അന്ന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും രസകരമായിട്ടുള്ള ആസ്വദിച്ച് കഴിച്ച ഭക്ഷണം അതാണ്. ഒരു രസകരമായിട്ടുള്ള ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം അച്ഛൻ ഇതുപോലെ ഭക്ഷണം അമ്മ കൊണ്ടു കൊടുക്കുന്നത് കണ്ടു. ഞാൻ അടുക്കളയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ അച്ഛൻ്റെ വിളി വന്നില്ല. അന്ന് പാടത്ത് ഊർച്ച നടക്കുന്ന ദിവസമാണ്. അച്ഛൻ പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു. അച്ഛൻ്റെ വിളി വരാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ നേരെ ഉമ്മറത്തേക്ക് പോയപ്പോൾ പാത്രം നോക്കിയ സമയത്ത് കാലി, പാത്രത്തിലൊന്നുമില്ല. ഞാനവിടെ കിടന്ന് കരഞ്ഞു. അമ്മ ഓടി വന്നതിന് ശേഷം ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ്റെ ബാക്കിയില്ല. ഉടനെ തന്നെ അമ്മ ഒരു വാഴയുടെ ഇല കൊണ്ടുവന്നിട്ട് പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് പറഞ്ഞു ഇതിനകത്തുണ്ടല്ലോ എന്ന് പറഞ്ഞ് തുറന്നു നോക്കിയ സമയത്ത് അതിനകത്തൊരു പുട്ടിൻ്റെ കഷ്ണം ഇരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം കാണുന്ന വിസ്മയം, ആദ്യം കാണുന്ന മാജിക് എന്ന് പറയുന്നത് അതാണ്.